السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ നിന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ ദോഷങ്ങളും പൊരുത്തപ്പെട്ട് ഇനിയുള്ള ജീവിതം അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി. അത് ഓതൽ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പതിവാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ആയത്തുൽ കുർസി ഓതാറുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ മക്തൂബ. എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നഹ ഇല്ലാ അൻ യമൂത്. അവൻ സ്വർഗത്തിൽ കടക്കാൻ അവന് വിലങ്ങുന്നില്ല, മരണം അല്ലാതെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എല്ലാ നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് സ്വർഗത്തിലേക്ക് തടസ്സം മരണം മാത്രമാണ്. മരിച്ചാൽ അവൻ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരിമാർ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ എണീറ്റ് ഓടുന്നൊരു അവസ്ഥ അത് നമ്മളിൽ നിന്നില്ലാതെ ആവണം. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകളൊക്കെ നമ്മൾ ചെയ്യണം. പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആയത്തുൽ കുർസി ഓതണം. ആയത്തുൽ കുർസി ഓതിയാലുള്ള നേട്ടം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, പഠിപ്പിച്ചത് സ്വർഗത്തിൽ അവൻ കടക്കുമെന്നാണ്. മരിച്ചാൽ സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒരുപാട് മഹത്വം ആയത്തുൽ കുർസിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരാൾ ആയത്തുൽ കുർസി 170 തവണ ഓതിയാൽ 170 തവണ ആയത്തുൽ കുർസി ഓതിയാൽ കടം വീടാൻ മാർഗം എളുപ്പമാകുന്നതാണ്. കടമുള്ള ഒരാൾ 170 തവണ ആയത്തുൽ കുർസി ഓതിയാൽ അവനിക്ക് അതിനുള്ള മാർഗം എളുപ്പമാകും. അതേപോലെ അവന്റെ റിസ്ക് അല്ലാഹു വിശാലമാക്കി കൊടുക്കുന്നു. വിഷമങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുന്നു. ശത്രുക്കളുടെ ശല്യം അവനിക്കുണ്ടാവില്ല എന്നാണ്. ജയിലിൽ അകപ്പെട്ടവനാണെങ്കിൽ അതിൽ നിന്ന് മുക്തമാകലിന് കാരണമാകും 170 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കഴിയുന്നത്ര ആയത്തുൽ കുർസി നമ്മൾ പതിവാക്കണം. പൈശാചിക ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മരുന്നാണ് ആയത്തുൽ കുർസി. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്ത ആ മരുന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓടുമ്പോൾ ആയത്തുൽ കുർസി ഓതണം. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. 18 തവണ ആയത്തുൽ കുർസി നിത്യമാക്കിയാൽ അവനിക്ക് ജനങ്ങളിൽ സ്വീകാര്യത ലഭിക്കുകയും അവരിൽ നിന്ന് നിർഭയവും സ്നേഹവും ലഭിക്കുന്നതാണ്. വളരെ ശ്രദ്ധിക്കണം. 7 തവണ നിത്യമാക്കിയാൽ അള്ളാഹുവിന്റെ കാവൽ അവനിക്ക് കാവലും രക്ഷയും അവനിക്കുണ്ടാവുന്നതാണ്. അതിന് ഒരാള് 3 പ്രാവശ്യം അഊദ് ഓതി എന്നിട്ട് 3 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി. ഓരോ ആയത്തുൽ കുർസിയിലും വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അദീം എന്നതിനെ 3 പ്രാവശ്യം പറയുകയും ചെയ്തു. എന്നാൽ ഉറക്കത്തിൽ പേടിയും ദുസ്വപ്നവും അവനിക്ക് ഉണ്ടാവുകയില്ല എന്നാണ്. ആയത്തുൽ കുർസി കഴിയുന്നത്ര പതിവാക്കുക. വല്ലാത്ത മഹത്തുള്ളൊരു ആയത്താണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്. ശൈത്താൻ കൂടിയ ആളുകളുടെ തലയിലേക്ക് 11 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയിട്ട് ഊതിയാൽ അടിയിലുണ്ടെങ്കിൽ ശൈത്താൻ കരിഞ്ഞു പോകുമെന്നാണ്. അല്ലാഹു മനസ്സിലാക്കുന്നത് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു, നല്ല അമലുകൾ ചെയ്തു, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ 18 പ്രാവശ്യം ആയത്തുൽ കുർസി ചൊല്ലിയാൽ മടങ്ങി വരുന്നത് വരെ അല്ലാഹുവിന്റെ കാവൽ ആ വീട്ടിലുണ്ടാകുന്നതാണ്. അപ്പോൾ ആയത്തുൽ കുർസി വളരെ മഹത്വമുള്ള ആയത്താണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം. എത്രയാണോ പറ്റുന്നത് അത്രയും ആയത്തുൽ കുർസി നമ്മൾ ഓതണം. അല്ലാഹുവിന്റെ ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കണം. ദിക്റിലും സ്വലാത്തിലും നല്ല ഒരു ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അല്ലാഹു പൊരുത്തപ്പെട്ട അടിമകളായി മാറാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.